കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതിന് ഞാൻ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടതുപോലെ നമ്മൾ നെയ്മയമൊക്കെ മാറ്റി നല്ലപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ കുക്കറിനകത്ത് വേവിക്കാനുള്ളതാണ്. അതിനകത്ത് ഇടാൻ വേണ്ടി ഞാൻ ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക്, 1 ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിട്ട് നമുക്ക് ആദ്യം ഈ ബീഫ് നല്ലതുപോലെ വേവിച്ചെടുക്കണം. പിന്നെ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അതിനുവേണ്ടി ചേർക്കാൻ വേണ്ടി ഒരു 3 സവോള ചെറുതായിട്ട് കൊത്തി അരിയണം. ഒരു 10-12 പച്ചമുളകുണ്ട്. ഇത് എരിവ് അനുസരിച്ച് എടുക്കാം. ഒത്തിരി എരിവുള്ള മുളകാണെങ്കിൽ കുറച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു 10-12 മുളക് എടുക്കാം. 2 കഷ്ണം ഇഞ്ചിയുണ്ട്, കരിവേപ്പില. ഇതെല്ലാം നമുക്ക് നല്ല പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. പിന്നെ ഞാനൊരു 3 വലിയ പൊട്ടറ്റോ ആണ് ഇത് പുഴുങ്ങി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ്. പിന്നെ അതിന് ചെറിയ സ്പൂണ് കുരുമുളക് പൊടി വേണം, ഒരു ചെറിയ സ്പൂണ് ഗരം മസാല വേണം. പിന്നെ ഞാൻ റസ്ക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് മുക്കിയിട്ട് ഇത് ഒരു മുട്ടയുണ്ട്, ഈ മുട്ടയ്ക്കകത്ത് അടിച്ചിട്ട് മുക്കിയിട്ട് ഇത് കവർ ചെയ്ത് നമുക്ക് വറക്കേണ്ടതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ബീഫ് ഒന്ന് കുക്കറിൽ വേവിക്കാം. ഇത് നമ്മളൊരു 10-15 മിനിറ്റ് വേണം നല്ലപോലെ വെന്ത് കിട്ടാൻ. നമുക്ക് ഇതാദ്യം വേവിച്ചെടുക്കാം. ബീഫിനകത്തോട്ട് ഞാനിത് ഏകദേശം 1 കിലോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഈ മുളക് പൊടിയും മഞ്ഞളും മല്ലിപ്പൊടിയും നമുക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഈ അരപ്പൊന്ന് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ വിസിൽ വെക്കാം. നമ്മുടെ ഇറച്ചി നല്ലതുപോലെ വെന്തിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് തണുത്തിട്ട് ഞാൻ മിക്സിക്കകത്തൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഗ്രൈൻഡർ ഉള്ളവരാണെങ്കിൽ അതിനകത്ത് എടുത്താൽ മതി. നല്ലപോലെ ഒന്ന് പൊടിയായിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനൊരു ചൂട് കട്ടിയുള്ള പാന് ചൂടാക്കിയിട്ടുണ്ട്. ഒരു 2 വലിയ സ്പൂൺ എണ്ണ ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുവാണ്. ഇതുണ്ട് ഇഞ്ചിയും ഈ കരിയാപ്പലയും കൂടെ ഞാൻ നല്ലതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് അപ്പടി അരഞ്ഞു പോവരുത്, പേസ്റ്റായി പോവല്. ഒന്നിങ്ങനെ ചെറിയ പീസായിട്ട് തന്നെ കിടക്കണം. ഇത് നമുക്ക് ആദ്യം എണ്ണയ്ക്കകത്തോട്ട് മൂപ്പിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് ഞാൻ പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ലപോലെ പൊടിയായിട്ട്. അതുകൂടെ ചേർക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളി അരച്ചത് വെക്കും. ഉള്ളി ഞാനൊന്ന് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല പൊടിയായിട്ട് നമ്മൾ കൊത്തി അരിയണം, അല്ലെങ്കിൽ ചോപ്പ് ചെയ്താലും മതി. പച്ചമുളക് എളുപ്പം തന്നെ അങ്ങ് റെഡിയാവും. ഇപ്പം ഞാൻ ഉള്ളിയും കൂടെ ചേർക്കുവാണ്. അത് നല്ലതുപോലെ ഒന്ന് മൂത്തിട്ട് വേണം നമുക്ക് ഇറച്ചി പൊടിച്ചത് ചേർക്കാൻ. നല്ലപോലെ മൂക്കുന്നവരെ ഇളക്കാം. നമ്മുടെ പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പം ഞാൻ ഈ ഇറച്ചി ഇതുപോലെ നല്ല പൊടിയായിട്ട് ഇത് പൊടിച്ച് വെച്ചിരിക്കുക. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് ഇറച്ചി ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സാക്കാം. ഇറച്ചിയൊക്കെ ഒന്ന് മൂത്ത് നല്ല പൊടി പോലെ പൊട്ടുന്ന ഒരു സൗണ്ട് വരും. അപ്പം നമുക്കത് നിർത്തേണ്ടി. അതുവരെ നമുക്ക് സ്ലോയിലൊന്നാക്കിയിട്ട് ഇറച്ചി നല്ലപോലെ ഇളക്കി ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മളുടെ ഇതുകൊണ്ട് ഇറച്ചിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. ഒരുവിധം കുഴഞ്ഞിരിക്കല്ലേ, നല്ലപോലെ ഡ്രൈ ആവണം. ഞാൻ ഈ സമയത്ത് ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർന്നൊന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം ചേർക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന 1 സ്പൂൺ ഗരം മസാല ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുവാണ്. ഇപ്പം 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നമ്മൾ പച്ചമുളകൊക്കെ നല്ലതുപോലെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒന്ന് എരിവൊക്കെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ചേർക്കാൻ. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കൊടുത്ത് ഞാനിപ്പോൾ ഈ പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് അത് നല്ലതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നല്ലപോലെ പൊടിച്ച് വെച്ചിരിക്കുക. നല്ല മിക്സ് ആകാൻ നമ്മൾ ഇറച്ചിയുടെ കൂടെ നല്ലപോലെ ഇത് സ്മാഷ് ചെയ്ത് നല്ല മിക്സ് ചെയ്തെടുക്കണം. ഈ പൊട്ടറ്റോയും ഇറച്ചിയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് ഓഫാക്കാം. പൊട്ടറ്റോയും ഇറച്ചിയൊക്കെ നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ചെറിയ ചൂടോടുകൂടി തന്നെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുക്കാം. പിന്നെ വേണം നമ്മൾ മുട്ടയ്ക്കകത്ത് മുക്കി വറുക്കാൻ. ഇതെല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ കുറേശ്ശെ ഇങ്ങനെ എടുത്ത് നല്ലപോലെ ഒന്ന് ഉരുട്ടി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു മോൾഡിനകത്ത് വെച്ച് നമുക്ക്
ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. മോൾഡില്ലെങ്കിൽ നമ്മളൊരു സ്പൂണിനകത്താണെങ്കിലും എടുക്കാം. ഈ മോൾഡിൻ്റെ സൈഡിൽ നമ്മളൊന്ന് എണ്ണ തൂത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് വിട്ടെടുക്കാം. ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം ഇതുപോലെ ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് ഓരോന്നായിട്ട് ഈ മുട്ട അടിച്ചതിനകത്ത് മുക്കാം. നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റസ്ക് പൊടി വെച്ചിരിക്കുന്നതിനകത്ത് നമുക്ക് മുക്കിയെടുക്കാം. നല്ലതുപോലെ എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് കവറാക്കി എടുക്കണം. പിന്നെ നമുക്ക് ഈ പ്ലേറ്റിൽ ഇത് വെക്കാം. ഒരു 3-4 എണ്ണം ഒന്നിച്ച് നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഞാൻ ഇച്ചിരി നല്ലതുപോലെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യേണ്ട, അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഈ ചൂടായ എണ്ണയിലോട്ട് ഇടാം. ഒത്തിരി ഫുൾ തീ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് മറിച്ചിട്ട് എടുക്കണം. നമുക്ക് 2 സൈഡും ഒന്ന് സ്ലോയിലും മൂപ്പിച്ചെടുക്കാം. നമുക്ക് 2 സൈഡും ഒന്ന് മറിച്ചിടാം എല്ലാത്തിൻ്റെ. കട്ട്ലേറ്റ് 2 സൈഡും നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.